ഹലോ, ആര്? കുട്ടനാ? അവ അപ്പുറത്തിരുന്ന് ഉറക്കം തൂങ്ങുന്നുണ്ട്. ഇന്നാ അവനൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ പറയാം. ശരി. ആ ശരി, നീ ഇരുന്ന് ഉറങ്ങ. ഇന്ന് റിസൾട്ട് വരുന്ന ഇന്നാ കുളിച്ച് വേഗം പോവാൻ നോക്കിയാൻ. ഡിയും സി എന്നും പറഞ്ഞ് നീ ഇങ്ങോട്ട് വന്നോളൂ. അപ്പൊ അറിയാൻ എനിക്ക് എന്റെ സ്വഭാവം. പഠിക്കോ? പുസ്തകം തുറന്നു സ്വപ്നം കണ്ടിരിക്കും. കുട്ടാ, ചായ കുടിച്ചോ? എന്നാ ചായ കുടിച്ചോ? ഇന്ന് റിസൾട്ട് നമ്മോട് ആരാ പറഞ്ഞേ? ഇത്ര നാളായിട്ട് നിനക്ക് അറിയില്ല അല്ലേ? നിനക്ക് അറിയേണ്ട ആവശ്യമില്ലല്ലോ. നീ ഇങ്ങനെ നടന്നോ തോറ്റ് തൊപ്പിട്ട്? പഠിക്കും വേണ്ട, ഒന്നും വേണ്ട. നിനക്കൊക്കെ സുഖം കൂടിയിട്ടാ. നീ റിസൾട്ട് കൊണ്ടിങ്ങോട്ട് വാ. ആ, ശരത്ത് വിളിച്ചിരുന്നു 10:30 ബസ് സ്റ്റോപ്പിക്കല്ലേ. റിസൾട്ട് വരുമോ? ഒരു 80-85% ഇല്ലാണ്ട് നീ ഈ കുടുംബത്തിൽ വരണ്ടേട്ടാ. ചോറായ ആ, എടുക്കാൻ പോവായിരുന്നു. അപ്പഴാ കോള് വന്നെ. എന്താ ഈ കസാര ഇങ്ങനെ കിടക്കണേ? നീ എന്താ ഇങ്ങനെ കിടക്കണേ? എന്നാ തലയും കുത്തി കിടക്കണേ. പറഞ്ഞ ഓൺലൈനിൽ ഉണ്ടാവുമോ? അവളുടെ ഫ്രണ്ട് ശ്വേതയ്ക്ക് ഒരു റിക്വസ്റ്റ് കൊടുക്കണം. അവൾ ഇന്നലെ എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. അങ്ങനെ വെറുതെ ഒരാൾ ചിരിക്കൂ? ഏയ്, ഓ കോപ്പയിലെ പരീക്ഷ. ഉണ്ടോരോട് അങ്ങനെയായിട്ടൊന്നും മനസ്സിലാവണില്ല. അക്ഷയ് കാണിച്ചിരുന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കുട്ടിയാലോ?
ഫേസ്ബുക്കിലൊന്ന് കയറി നോക്കിയാലോ? ആരെങ്കിലും പഠിക്കണ്ടോന്നെങ്കിലും അറിയാലോ. ആരുമില്ലല്ലോ. ഹായ് അപർണ, നിന്റെ പഠിച്ചു കഴിഞ്ഞോ? എന്റെ എല്ലാം കഴിഞ്ഞു. എനിക്ക് പേടിയില്ല. ഉറങ്ങാൻ പോവാ. ജസ്റ്റ് FB നോക്കുന്നേ ഉള്ളൂ. നീ പഠിക്കുകയാണെങ്കിൽ പഠിച്ചോ. അയ്യോ പോവല്ലേ, എന്റെയും കഴിഞ്ഞു. അക്ഷയ് കാണിച്ചോടാ. സമയം കഴിഞ്ഞു. എല്ലാവരും പേപ്പർ വെച്ചോളൂ. മോന് കറിക്കൊന്നും കഴിച്ചില്ലേ? ഇല്ല. എനിക്കറിയില്ല കേട്ടാ. അച്ഛൻ വലിയ പ്രതീക്ഷ അല്ല. ആ. റിസൾട്ട് വരുമ്പോ അമ്മനെ വിളിക്ക്. ആ, ഞാൻ വിളിക്കാം. പോവാ. പൂജ വരാറായി. റിസൾട്ട് നോക്കണം. നെറ്റ് ഓഫർ കഴിഞ്ഞുകൊണ്ട് ഇവിടെ നോക്കാനും പറ്റില്ല. ശരത്തിന് തന്നെ വിളിക്കേണ്ടി വരും. ഫോൺ എടുക്ക്. മര്യാദയ്ക്ക് പഠിച്ചാൽ മതിയായിരുന്നു. ഈ ഫേസ്ബുക്ക് ആരോണ് കണ്ടുപിടിച്ച്. ഹലോ, നീ എവിടെയാ? നീ വരുന്നില്ലേ? ഇല്ലടാ, ഞാൻ വരുന്നില്ല. എനിക്ക് പേടിയായിട്ട് വയ്യ. നീ എൻ്റെ കൂടെ നോക്കണമെന്ന് പറഞ്ഞാൽ മതി. എന്തുട്ടാടാ, ഞാൻ ഒറ്റയ്ക്ക് പോണ്ടാ. നീ വേമായോ? എന്തുട്ടാടാ, ഒന്ന് പോയിട്ട് വേണം. എനിക്ക് എൻ്റെ കയ്യും കാലും മറിച്ചിട്ട് വയ്യ. എന്നാണ് എൻ്റെ നമ്പർ പറയും. ഞാൻ നോക്കി പറഞ്ഞത് 317 216. ആ,
ഹലോ എന്താടാ? പറഞ്ഞുതരാം, നീ വേഗം എഴുതിയെടുത്തോ. ആ ഒരു മിനിറ്റ്. ആ പറയ്. എവിടെ സാ? ഞാൻ എന്തിങ്ങനെയാ നിന്നിപ്പോ വീട്ടിൽ കയറ്റു. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പം അങ്ങോട്ട് വരാം. ഇങ്ങനെ നടന്നോ തോറ്റ് തൊപ്പിയിട്ട്? ഞാൻ നിന്നിപ്പോ വീട്ടിൽ കയറ്റു. അതിന് മുന്നേ പഠിക്കോ? ഒരു 80-90 ശതമാനം ഇല്ലാണ്ട് നീ കുടുംബത്തിൽ വരണ്ട കേട്ടാ. നിനക്കൊക്കെ സുഖം കൂടിയിട്ടാ കൊണ്ട് വാ. ഇങ്ങനെ നടന്നോ തോറ്റ് തൊപ്പിയിട്ട്? ഞാൻ നിന്നിപ്പോ വീട്ടിൽ കയറ്റു. അതിന് മുന്നേ പഠിക്കോ? ഒരു 80-90 ശതമാനം ഇല്ലാണ്ട് നീ കുടുംബത്തിൽ വരണ്ട കേട്ടാ. നിനക്കൊക്കെ സുഖം കൂടിയിട്ടാ കൊണ്ട് വാ. ഇങ്ങനെ നടന്നോ തോറ്റ് തൊപ്പിയിട്ട്? എടാ ഡ്രില്ലിമോഷേ, ജീവിക്കാൻ സമ്മതിക്കാത്ത പട്ടി, തീറ്റിക്കൂടാ ഞാൻ. വേണ്ട, ഇനി ഫാൻ ഓടിച്ചിട്ട് അതിൻ്റെ തല്ലി വേറെ കിട്ടും. ഇവർക്ക് എന്നോടൊരു സ്നേഹമില്ല. മോനടുത്ത് ഗൾഫിൽ കിടന്ന് സമ്പാദിക്കുന്നുണ്ടല്ലോ. മോനെന്താ അവിടെ നിൽക്കണേ? ചേട്ടനേതാ? മോന്റെ പേരെന്താ? ഒന്ന് എൻ്റെ കൂടെ വരും. ഒരു കാര്യം എവിടേക്കാ? ഒരു സഹായം ചെയ്യടാ. എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്തോണ്ടാ. ഒന്ന് പോടാ. ചെയ്യാൻ പറ്റില്ല. എന്താ? വാടാ, ഞാനില്ലെന്ന് പറയട്ടെ. എന്താണ്? അതെ, ഞാനില്ല. മോനെന്താ ഇവിടെ ഈ വിട് നീ. ഒരു കാര്യം. അയ്യേ, വിട്, വിട്ടെന്നെ വിട്. എനിക്ക് പറ്റില്ല, വിട് എന്നെ വിട. അയ്യേ, എന്താ നിങ്ങൾ കാണിക്കണം? വിട്, ഏതാ നീ? എന്ത് ഇവിടെ ഈ നേരത്ത്? ആര്? എന്താ കാര്യം? ഏയ് ഏയ് കരയല്ലേ? എന്താ എന്താ കാര്യം? പറ. എന്താ? ഞാൻ പറയാം.
നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ? ഞാൻ അവിടെ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യണേ. അവിടെ എൻ്റെ സ്വന്തം അനിയനെ പോലെ നിങ്ങൾക്ക് അവിടെ കഴിയാം. 3 നേരം ഭക്ഷണം കഴിച്ചു. വരുന്നുണ്ടോ? ആ പോവാം. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് മനു. പോവാം. ആ ഇനി നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട. ഇന്നു മുതൽ നിങ്ങൾക്ക് ഇവിടെ കഴിയാം. ആ ഡോറിൻ്റെ അപ്പുറത്തെ നമ്മുടെ ഹോട്ടൽ. ഇവിടുത്തെ മുതലാളിക്ക് നമ്മളെ ഭയങ്കര വിശ്വാസം ആയതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് ഞാനാണ്. തൽക്കാലം നീ ഇവിടെ കിടക്ക്, ബാക്കി കാര്യങ്ങളൊക്കെ നാളെ പറയാം. ചേട്ടാ താങ്ക്സ്. അത് സാരടാ, കിടന്നു. എന്ത് നല്ല ചേട്ടനാ, എന്നോട് എന്ത് സ്നേഹ. എൻ്റെ ചേട്ടൻ പോലെ എന്നെ അങ്ങനെ സ്നേഹിച്ചിട്ടില്ല. വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങി പോരായിരുന്നു. എവിടെയാ? മനോട്ടാ, ഞാനെന്താ ഇവിടെ? ചേട്ടൻ എങ്ങനെ? എന്താടാ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാന്ന് വിചാരിച്ചു? അവനാ പാത്രങ്ങൾ കാണിച്ചു കൊടുക്ക്, കഴുകട്ടവൻ. എനിക്കെന്താ വട്ട നിനക്കൊക്കെ ഫുഡ് നിന്ന് ഇവിടെ കൊണ്ടുവരുത്താൻ? നിന്നെ പോലെ ഒരുത്തനെ കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കായിരുന്നു. നിനക്കൊക്കെ പറ്റിയ പണി ഇതാ. ഇത്ര നേരമായിട്ട് കഴുകി കഴിഞ്ഞില്ല. ഒരു പാത്രം കഴുകാൻ പറഞ്ഞത് എനിക്ക് കഴുകാൻ എന്തുട്ടാടാ റിസൾട്ട്? SSLC റിസൾട്ട്. എന്തുട്ട്? +2 പഠിക്കുന്ന നീ എന്തിനാടാ SSLC റിസൾട്ട് ആലോചിച്ച് നടക്കണേ? അച്ഛൻ്റെ ഫ്രണ്ട്സിൻ്റെ മക്കളാരെങ്കിലും SSLC പഠിക്കണമെങ്കിലേ അവരോട് എന്താ അച്ഛനും മോനും കൂടി കാലത്ത് തന്നെ? ഇവന്റെ കാലത്ത് തന്നെ ഓരോ സ്വപ്നം കണ്ട് എന്റെ മുണ്ടഴിച്ചില്ലെന്നുള്ളൂ. SSLC റിസൾട്ട് എന്നും പറഞ്ഞു. അതിന് പഠിക്കുന്ന മോന് വല്ല സൗകര്യം കൊടുക്കും നിങ്ങ. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അതിനെന്താ, അവൻ എല്ലാത്തിനും A+ കിട്ടുന്നല്ലേ ഞാൻ വിചാരിക്കുള്ളൂ. അതിന് നിന്റെ അല്ലേ ബുദ്ധി. സമയം കുറെ എടുക്കും തലേ കയറാൻ. നീ എന്റെ മക്കിട്ട് കയറിക്കോ. നീ അകത്തങ്ങനെ പോയി എടുക്കും മോനെ. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഇതിൽ ഇടപെടരുത്. അതിന് ഞാനൊന്നും പറഞ്ഞില്ല. നിങ്ങൾ എന്തിനാ എന്നെ ചീത്ത പറയണേന്? പഠിക്കുന്നു ചീത്ത പറഞ്ഞോണ്ടിരിക്കും. SSLC ഇങ്ങനെയൊക്കെ കടന്നുകൂടി. +2ന്റെ അവസ്ഥ ഇതിലും മോശവും. ഇങ്ങനെ പോയാൽ പാത്രം കഴുകേണ്ടി വരും. പഠിക്കണം. അച്ഛന് ഒരുപാട് പ്രതീക്ഷയുണ്ട്. കുട്ടാ, ഒന്ന് കടയിൽ പോയിട്ട് തരുമോ? ഓ, ഞാൻ പഠിക്കാമേ. പഠിച്ചത് തന്നെ. ഹായ് അപർണ. അല്ലെങ്കിൽ അതൊക്കെ സ്വപ്നത്തിലല്ല നടക്കുന്നു. റിയൽ ലൈഫിലൊക്കെ നടക്കുമോ? ഒരിക്കലും ഇല്ല.